10 ദിവസമല്ല. നോക്കണം, സ്വന്തം മകൻ ഒരു ഉദരത്തിൽ ഇങ്ങനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് അറിഞ്ഞ ആ സാധു സ്ത്രീ ജീവിക്കുവോ? എന്തു പറ്റി? കുറയ്ക്കണമെന്നോ? നീട്ടാം. ശരി, അക്കൂർ പറയാ നീട്ടാവോ? അപ്പോ നോക്കണം, ശ്രദ്ധിക്കണം. എവിടെ പറഞ്ഞു നിർത്തിയ? ഒരു മകൻ 18-19 വയസ്സായ ഒരു മകന് ലഹരി പദാർത്ഥങ്ങൾ പോലീസോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടു എന്ന് നാടറിഞ്ഞ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താല് ഒരു സഹോദരി അത് സഹിക്കുവോ? അവൾ തകർന്നു പോകും. അവൾ 10 അല്ല 100 അല്ല, അവൾ ആയുസുള്ളിടത്തോളം കാലം അത്രയും അവൾ തകരും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ അയൽവാസി ബന്ധങ്ങളെ അറിയുക. നമ്മൾ ആദ്യപടി എന്ന പറയല് നമ്മൾ ചേർത്ത് പിടിക്കാൻ ആളില്ല ഈ ഭൂമിയിൽ. അതാ പ്രശ്നം. ഈ ഭൂമിയിൽ ചേർത്ത് പിടിക്കാൻ ആളില്ല. ആരാണോ ചേർത്ത് പിടിക്കാൻ ഉള്ളവൻ, അവൻ ഉള്ളിടത്തോളം കാലം അത്രയും ഈ പാര് സന്തോഷഭരിതമാവും. അല്ലേ? സംശയമൊന്നുമില്ല. നീതിമാനായ ഉമർ ചക്രവർത്തി മദീനത്ത് ഏറ്റവും നല്ല ഭരണപരിഷ്കാരം നടത്തിയ കാലത്തിന്റെ ഇടങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ട ഭരണപരിഷ്കർത്താവായിരുന്നു ഉമർ ചക്രവർത്തി എന്ന് പറയുന്ന മദീനത്തിന്റെ രാജാവ്. അതായത് ഭരണകാലത്ത് വിദേശത്ത് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വൈകുന്നേര സമയങ്ങളിൽ ഉലാത്താൻ ഇറങ്ങുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഈ മുറികളിലൊക്കെ അദ്ദേഹം പോകാറുണ്ട്, വാസസ്ഥലങ്ങളിലേക്ക്. അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന ഒരു മുറിയുടെ അകത്തു നിന്നും ഗ്ലാസിന്റെയും മദ്യത്തിന്റെ ചഷമൊക്കെ മണം വന്നു. അദ്ദേഹം പതുക്കപ്പെട്ട് വാതിൽ തുറന്നു നോക്കിയപ്പം അവിടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥി അവിടെ മദ്യത്തിന്റെ കുപ്പിയെടുത്ത് പെട്ടെന്ന് മാറ്റി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം വലിയ സങ്കടം വന്നു. ഉമർ റളിയല്ലാഹു വലിയ സങ്കടം വന്നു. അദ്ദേഹം തിരിച്ചു നടന്നു. അദ്ദേഹം ഈ മസ്ജിദിൽ വന്ന് പ്രാർത്ഥിച്ചു സങ്കടത്തോടുകൂടി. ഇവിടെ ഈ മദീനത്ത് വന്നിട്ട് പഠിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥി മദ്യത്തിനടിയപ്പെടുന്ന ഒരു ദുരവസ്ഥയ്ക്ക് എന്റെ നാട് ഹേതുവാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹൃദയം നുറുകിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം വിദ്യാർത്ഥിയെ ആ ദിനത്തേക്ക് മസ്ജിദിനത്തേക്ക് കാണാനില്ല. 3-4 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ മിഹ്റാബിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഏറ്റവും പിന്നരയിൽ ഈ വിദ്യാർത്ഥി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ഉമർ ചക്രവർത്തി ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വരാൻ പറഞ്ഞു. മോനെ ഇങ്ങ് വാ. ഇത് കേട്ട മാത്രയിൽ ഈ വിദ്യാർത്ഥിക്ക് വല്ലാതെ ആശങ്ക വരുന്നുണ്ട്. കാര്യം എന്താ? നീതിമാനായ ഉമർ ചക്രവർത്തിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ശിഷ്യ ഉറപ്പാ, ചാട്ടവറടി കിട്ടും. കാര്യം എന്താ? ഞാൻ ചെയ്ത തെറ്റ് അദ്ദേഹം മറന്നതല്ല, ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പും അദ്ദേഹം ഇങ്ങനെ പതുക്കെ നടന്ന് വരികയാണ് ഫ്രണ്ടിലേക്ക്. അടുത്ത് വരലും ആ മിഹ്റാബിന്റെ മുമ്പിൽ വെച്ചിട്ട് ഉമർ ചക്രവർത്തി ഈ ചെറുപ്പക്കാരനെ ചേർത്ത് കൊണ്ട് പിടിച്ചു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, പതുക്കെ പറഞ്ഞു, മോനെ നീ മദ്യപിച്ച കാര്യം ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല. മദീനത്ത് പഠിക്കാൻ വന്ന നല്ല ഉദ്ദേശം സതുദ്ദേശം നീ ലക്ഷ്യം വാങ്ങി മടങ്ങുക. മദ്യം സകല തിന്മകളുടെയും ജനനയാണ്. പരിശുദ്ധ ഖുർആൻ ഈ വാക്കുദ്ധരിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞപ്പോ ആ മിഹ്റാബിന്റെ മുന്നിൽ നിന്ന് ചെറുപ്പക്കാരൻ വാവിട്ട് കരഞ്ഞു. ഇനി ഒരിക്കലും ഒരു ലഹരി പദാർത്ഥവും ഞാൻ ഉപയോഗിക്കില്ല എന്ന കടുത്ത തീരുമാനമെടുത്തുകൊണ്ട് മദീനത്തിലെ ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചെറുപ്പക്കാരൻ മടങ്ങി. ഇങ്ങനെ ചില ചേർത്ത് പിടിക്കൽ നമുക്ക് ആവശ്യമുണ്ട്, ചില കരുതൽ നമുക്ക് ആവശ്യമുണ്ട്, ചില കാണൽ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ കാണാതിരിക്കുന്ന കാലത്തോളം അത്രയും ഇവിടെ എല്ലാം മാറി മറിയും. ഞാൻ പറഞ്ഞു, ഒരു ചായ എന്ന് പറയുന്നത് 10%, ഒരു MDMA എന്ന് പറയുന്നത് 3500-4500 അഡിക്ഷൻ ഉള്ള അതിനെ പെട്ടെന്ന് ഒരാൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർത്താൻ ബുദ്ധിമുട്ടാണ്. അതിൽ കടുത്തതായ DD സെന്ററുകൾ വേണം, സൈക്കാട്രിക് ഇന്റർവെൻഷൻ വേണം, കടുത്ത സ്നേഹ പരിചരണം വേണം. കുടുംബം, ബന്ധം, സമൂഹം, സാമ്പത്തികം എല്ലാം ഒരു ഫ്രെയിമിൽ വരുമ്പോഴാണ് ഒരു വ്യക്തി തീർത്തും അതിൽ നിന്ന് റിക്കവറി ആകുക. അതെല്ലാവരുടെയും കാരുണ്യം വേണം, എല്ലാവരുടെയും കരുതൽ വേണം. പക്ഷെ അതില്ലാത്തടത്തോളം കാലം ഒരു മനുഷ്യനും ഈ ലഹരിയിൽ നിന്ന് പൊങ്ങി വരാൻ സാധിക്കൂല. കേവലം ഒരു ലഹരി എന്ന് പറയുന്ന ദുരന്തം ഒരു DD സെന്ററിൽ പോയിട്ടല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ വരുന്ന ട്രീറ്റ്മെന്റ് വരുന്ന ആളുകളെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ലഹരി എന്ന് പറയുന്ന ദുരന്തം എത്ര പേർ ലഹരി ഉപയോഗിക്കുന്നത് അല്ലല്ലോ ഈ നാടിന്റെ ലഹരിയുടെ കണക്ക് നമ്മൾ എടുക്കുക. കേവലം നാട് മൊത്തത്തിൽ ഏകദേശം നമ്മൾ പറഞ്ഞാൽ ഏകദേശം നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഏകദേശം മാറി മാറി വരുന്നുണ്ട്. ചിലരൊക്കെ അതിനെ വലിയ മഹത്വവൽക്കരിച്ച് പറയും, അല്ലേ? ചില മഹത്വവൽക്കരിച്ച് പറയും. ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞു കഞ്ചാവ് നല്ലതാണെന്ന്. ആ വ്യക്തി നല്ല വായനാശീലയും പദസമ്പത്തുള്ള നല്ലൊരു ബുദ്ധിമാനാണ്. പക്ഷെ എന്തോ അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള പ്രേരണ നൽകി. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നത് മൈത്രേയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. മൈത്രേയൻ, സോഷ്യൽ മീഡിയയിൽ മൈത്രേയൻ. അദ്ദേഹം പറഞ്ഞു കഞ്ചാവ് നല്ലതാണെന്നും കഞ്ചാവിനെ കുറിച്ച് അദ്ദേഹം വാദോര സംസാരിച്ചപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നിട്ട് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാണ്. മുത്തേ, ചക്കരെ, ഞങ്ങൾക്ക് ആളുണ്ടല്ലോ, ഇത് നമ്മളെ മുത്താണ്, ഇത് ഞങ്ങളെ തങ്കക്കുടാണ്, ഇത് ഞങ്ങളെ കഞ്ചാവ് വലിക്കാരുടെ ബ്രാൻഡ് അംബാസഡറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കമന്റ് എഴുതിയിരിക്കുന്നത്. ഈ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുക,
ഇവിടെ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നില്ലേ, ലൈസൻസ് കൊടുക്കുന്നില്ലേ, അതുപോലെ കഞ്ചാവ് വലിക്കാൻ ലൈസൻസ് കൊടുക്കണം അദ്ദേഹം പറയാ. സോഷ്യൽ മീഡിയ വന്നിട്ട് പറയാ കഞ്ചാവ് നല്ലതാണെന്ന്. കഞ്ചാവ് നല്ലതാണ്, എല്ലാവരും ഉപയോഗിക്കട്ടെ, ഒരു നിശ്ചിത അളവ് വെച്ച് ഉപയോഗിച്ചാൽ നല്ല സാധനമാണ്. ഇയാൾ പറയാ നല്ല സാധനമാണെന്ന്. എന്താ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പറയാ? എന്നാൽ അതേ പറയാം കുംഭമേളയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടാവും. അതിനും കൂടുതൽ ആൾക്കാർ മോട്ടോർ സൈക്കിൾ ഇടിച്ച് മരിക്കുന്നുണ്ടെന്ന് ഇയാൾ പറയാ. ആ സ്പീഡ് കുറച്ച് ഓടിച്ചാൽ മതി, ഹെൽമെറ്റ് വെച്ചാൽ കഞ്ചാവ് അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. മുത്തേ നീയാടാ നമ്മളെ ചക്കര തങ്കക്കുടന്ന് ചെറുപ്പക്കാർ അതിന്റെ അടിയിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ എഴുതിയിരിക്കാൻ അതിന്റെ അടിയിൽ. സത്യത്തിൽ കഞ്ചാവിനെ കുറിച്ചൊക്കെ വിക്കിപീഡിയ ഗൂഗിൾ പീഡിയും ചാറ്റ് ജിപിയിലൊക്കെ കയറി പരിശോധിച്ചാൽ എന്താ പറഞ്ഞു തരാ? എന്താ കഞ്ചാവിനെ കുറിച്ച് എന്താ പറഞ്ഞു തരാ? വാട്ട് ഇസ് മീനിങ് ഓഫ് കഞ്ചാ? ലോകത്ത് മുളച്ചു പൊന്തിരിക്കുന്ന ദൈവികമായ പദവി കലയിരിക്കുന്ന ആയുർവേദ ഔഷധ ചെടി. 17 ഡിഗ്രി ശൈത്യമുള്ള മഞ്ഞ് പെയ്യുന്ന മഴക്കാടുകളിൽ പൂത്ത് കായ്ച്ചുലഞ്ഞു നിൽക്കുന്ന 75ഓളം അസുഖങ്ങളുടെ ദിവ്യ ഔഷധമാണ് കഞ്ചാവ്. മനുഷ്യൻ ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും പറയുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രട്ടീസ് പറയുന്നുണ്ട്, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചിരിക്കുന്നത് ചരകിൽ നിന്നും സുശ്രുതനിൽ നിന്നുമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ, ഭാരതം എന്ന രാജ്യത്തിന്റെ ഉത്കൃഷ്ട സംഭാവനയാണ് ചരകനും സുശ്രുതനും. ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും പറയാണ് കഞ്ചാവ് ലോകത്ത് ഏറ്റവും പവിത്രമായ ഒരു ഔഷധ ചെടിയാണ്. മനുഷ്യൻ നേരിട്ട് ഉപയോഗിക്കരുത്, ചിത്തഭ്രമം ബാധിക്കും. വാട്ട് ഇസ് മീനിങ് ഓഫ് ചിത്തഭ്രമം? എന്താണ് ചിത്തഭ്രമം? അതിന്റെ ചെറിയ ആൻസർ എന്ന് പറഞ്ഞാൽ പിരാന്ത് അല്ലെ? നേരിട്ട് ഉപയോഗിക്കരുത്. മറ്റൊരു മരുന്നിന്റെ സഹായത്താൽ ശരീരത്തിൽ ഉപയോഗിച്ചാൽ മാറാവ്യാധികൾ, അസുഖങ്ങൾ മാറാൻ കഴിവുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ സസ്യച്ചെടി. പക്ഷെ മനുഷ്യൻ ഇന്ന് അവന്റെ കുബുദ്ധിക്കനുസരിച്ച് അതിനെ ഇന്ന് വഴിതിരിച്ചു വിട്ട് നേരിട്ട് ധൂമമായും മറ്റതായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദുരവസ്ഥയ്ക്ക് ഇവിടെ കാരണം. കഞ്ചാവ് ഒരിക്കലും കൈവശം വയ്ക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. സൈക്കോട്രോപിക് സെക്ഷൻസ് പ്രകാരം കേസെടുക്കാൻ പറ്റുന്ന ഒഫൻസാണ്. ഇനിയാണ് കേരളത്തിനല്ല ലോകത്തിന് വലിയൊരു ആശ്വാസം വരുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? GCC കണ്ടുകളിലൊക്കെ ഇനി ഏതൊരു ചെറുപ്പക്കാരന് പോകണമെങ്കിലും ഈ പറയുന്ന ബിസ്മി, റിലയൻസ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ജോലി ചെയ്യണമെങ്കിലും, ഏതൊരു പെട്രോൾ പമ്പിൽ പോലും ഇനി ജോലി ചെയ്യണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC, തന്റെ പേരിൽ യാതൊരു കേസ് വിധങ്ങളില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്ലസ് പിന്നെന്താണ് ഹെയർ ഹോളിക് ടെസ്റ്റ്. അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം മുമ്പ് വരെ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും വില കൂടിയ ഒരു ലാബ് ടെസ്റ്റാണ് ഹെയർ ഹോളിക് ടെസ്റ്റ്. 10,000 രൂപയോളം വില വരും ആ ടെസ്റ്റിന്. ഇപ്പോൾ അത് എല്ലാ ആശുപത്രി നടപ്പിലാക്കാൻ പോവുകയാണ്. ആ ടെസ്റ്റ് വരുന്നത് ഇപ്പൊ ഏതൊക്കെയോ ഭീമാപ്പള്ളിയൊക്കെ നിയമം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ആ മഹലിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കണമെങ്കിൽ പുതിയാപ്പളയായ ചക്കന് ഈ ടെസ്റ്റ് പാസ്സായ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണം നിർബന്ധമാണെന്ന് പറയുകയാണ്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടും ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്നവരൊക്കെ തിരിച്ചു പോകണമെങ്കിൽ, സിഗരറ്റ് വലിച്ചവനൊക്കെ പോകണമെങ്കിൽ 6 മാസം ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത് മനോഹരമായ ആശ്വാസമുള്ള ഒരു നടപടിയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നടപ്പിലാക്കട്ടെ എന്നാണ് ഞാനും കൂടെ പറയുന്നത്. അതുകൊണ്ട് ഇനി അതല്ല, അതിൽ കഴിഞ്ഞ ടെസ്റ്റുകളെല്ലാം ഇനി വരാൻ പോകുന്നുണ്ട്. അതിലും നഖത്തിന്റെയും യൂറിന്റെയും ഒക്കെ 1 ഇയർ 2 ഇയർ ഒക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന, അതിന്റെ സോഴ്സിനെ, റിലവന്റ് സോഴ്സിനെ കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകളെല്ലാം ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പണിപ്പുരയിലാണ് നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുള്ള അതിന്റെ ഏജൻസികൾ, അതെല്ലാം അടുത്തിടയ്ക്ക് വരും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ എനിക്ക് ഈ കിഴുനിലത്തിനോട് പറയാനുള്ളത് ഒരു കാര്യം കൂടെയുണ്ട്. ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഞാനിന്ന് കേരളത്തിനകത്തല്ല, പുറത്ത് വിദേശത്തൊക്കെ ഇനി അടുത്തായിരിക്കും എനിക്ക് ഖത്തറും ദോഹയിലും അജ്മാനിലും ഒക്കെ പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ കാനഡയിലേക്ക് പോകും, പിന്നെ GCC കണ്ടിലൊക്കെ വീണ്ടും തിരിച്ചു വരും. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, ഇവിടെ ആരെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PG തൊട്ട് മുകളിലോട്ട് പഠിക്കുന്ന കുട്ടികൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ മുകളിലോട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർത്തും നിർദ്ധരായ, അതായത് ബാപ്പയൊന്നും ഇല്ലാത്ത തീർത്തും നിർദ്ധരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഒരിക്കലും ഒരു ചാരിറ്റി അല്ല, ഒരിക്കലും ഭവന നിർമ്മാണത്തിനോ ചികിത്സയ്ക്കോ ഫണ്ട് കൊടുക്കുന്ന ഒന്നല്ല. സ്വന്തമായിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് മകേഷ് ചിത്രണ്ണവും ഞങ്ങൾ 2 പേരുമാണ് കൊച്ചേസ് ചിത്രപ്പള്ളി സാറ് തന്ന പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് 2007 ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഏകദേശം 2,60,00,000 രൂപയുടെ സെൽഫായിട്ടുള്ള ഒരു ഫണ്ട് റേസിംഗ് നടന്നത്, ഓഡിറ്റബിൾ ഫണ്ട് റേസിംഗ് ആണ്. സോ ആരുടെയും അതിനകത്ത് ഒരു ഫണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല, എവിടുന്ന് ഞങ്ങൾ ചോദിച്ചു വാങ്ങാറുമില്ല. എൻ്റെ പദസമ്പത്തിനെ ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു വേദിയിൽ നിന്ന് ഒരു വേദിയിലേക്ക് 30,000 രൂപ വാങ്ങി പോക്കറ്റ് വെച്ചാൽ ഞാൻ പോകുന്നത്. ഒരു ദിവസമൊക്കെ 1 lakh rupees എൻ്റെ ഇൻകം പെർ ഡേയിൽ. ഇതെല്ലാം കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എഴുന്നേലത്തിലെ ദേശത്തോട് ഞാൻ മൈക്കിലോട് എത്രയും ഈ ലൈവിൽ പറയാൻ കാരണം, ഞാൻ പല സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പല മതപണ്ഡിതരും പൈസ വാങ്ങി പോക്കറ്റ് വെച്ചിട്ട് അവർ കൊണ്ടുപോകുന്നത് വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും വീട്ടിലോട്ടാണെന്ന്. അപ്പൊ എനിക്ക് തോന്നി, എന്തുകൊണ്ട്
നമ്മളെ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് 54 ലാപ്ടോപ്പ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. 54 ലാപ്ടോപ്പ് ഇനിയും ഒരുപാട് കൊടുക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും അങ്ങനത്തെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടി, ബെറ്റർ ആയിട്ട് നല്ല പഠിക്കുന്ന ഹയർ സ്റ്റഡി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ അക്ബർഷയോടോ ഇവിടെ നമ്മളെ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട അതിനെ നമ്മുടെ നസീർ നെല്ലിക്കാടിനോടോ ജാബിർ മൗലിയോടോ ഒക്കെ നിങ്ങൾക്ക് പറയാം, അജിത് ലാലിനോടൊക്കെ നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും ഞാൻ അതിന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയ്ക്ക് സോഡിയത്തിന് കുറച്ച് കുറവുണ്ട്. 76 വയസ്സ് പ്രായമായി എൻ്റെ അമ്മയ്ക്ക്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം എനിക്ക് ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത പേടിയാണ് അമ്മയ്ക്ക്. കാരണം എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ സമയത്ത് ഞാൻ അടുത്തില്ലായിരുന്നു. കൊണ്ടുപോകണോ വേണമെങ്കിൽ പറയാമെന്നാണ് ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സ് മുഴുവൻ ക്ലാസ് ആയിരുന്നു, ചെറുപ്പളശ്ശേരി ക്ലാസ്. രാവിലെ അമ്മ പറഞ്ഞു അപ്പന് വേദനയുണ്ട് മോനെ, എവിടെയാന്ന് പറഞ്ഞു. ഇവിടെ തൊട്ട് നോക്കിയപ്പം അപ്പം പറഞ്ഞു ഇവിടെയല്ല മക്കളെ, എവിടെയാന്ന് പറഞ്ഞു. അപ്പം എവിടെയാണെന്ന് ചോദിച്ചു. അവിടെയല്ല മക്കളെ, അതാ ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഉറപ്പിച്ച് പറ, ഒരു ചുമട് ഗുളിയില്ലാണ്ട് കഴിച്ചാൽ പോരെ, ചൂടുകളൊക്കെ കുടിച്ചാൽ മതി. തോന്നല അപ്പ, ക്ലാസ് എനിക്കുണ്ട്, കൊണ്ടുപോകണോ പറ. കൊണ്ടുപോകണോ പറ. വേണ്ട മക്കളെ പോയിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് മാത്രമായിരുന്നു എൻ്റെ മുന്നിലെ ഒരു ഫ്രെയിം. നേരെ ചെർപ്പളശ്ശേരിയിലേക്ക് പോയി. വലിയ സദസ്സായിരുന്നു. 2 സെക്ഷൻ, വൈകുന്നേരത്തെ സെക്ഷൻ കഴിഞ്ഞ് അവിടുത്തെ കമ്മിറ്റിക്കാരെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴാണ് മൊബൈലിൽ നോക്കുമ്പോൾ 36 മിസ് കോൾ ഉണ്ട് മൊത്തം. എൻ്റെ വീടിൻ്റെ അടുത്ത് രതീഷ്, അനിയൻകുഞ്ഞ്, എൻ്റെ അമ്മയൊക്കെ വിളിച്ച കോളുകളാണ്. തിരിച്ചു വിളിച്ചപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അച്ഛന് കുറച്ച് പ്രശ്നമുണ്ട്, ഇനി ടെൻഷൻ അടിക്കേണ്ട, വരാൻ പറഞ്ഞു. ആൾക്കാർ ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കാം. പക്ഷെ അച്ഛൻ 2-3 പ്രാവശ്യം എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ മോനെ കാണണം, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. ഇതെന്താ? Red Bull. It gives you wings. വിങ്സോ? അപ്പൊ ഇതെന്താ? Try ചെയ്ത് നോക്ക്. ഒന്നെങ്കിൽ ഈ വിങ്സിന്റെ കാര്യം ഉടായിപ്പാണ്, അല്ലെങ്കിൽ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി. പക്ഷെ രാവിലെ അച്ഛൻ പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛനെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കെങ്കിൽ എൻ്റെ അച്ഛൻ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവും. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന അത്രയേ ഉള്ളൂ. നമുക്കൊന്നും അവസരങ്ങൾ ദൈവം തന്നൊന്നും വരില്ല. ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മ അടുത്ത് നിന്നിട്ട് കൈ ഇങ്ങനെ മലത്തി കഴിഞ്ഞു പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് കരയാനൊന്നും തോന്നിയില്ല. എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നിയ നിമിഷമാണ്. ഒരു ദിവസം ഫ്യൂണറലൊക്കെ കഴിഞ്ഞു, ബന്ധുക്കളെല്ലാം പിരിഞ്ഞു. സെമിത്തേരിയിൽ പോകാൻ തോന്നി. ഒറ്റയ്ക്ക് സെമിത്തേരി പോയി. ജീവിതത്തിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞൊരു ദിവസമായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം. സെമിത്തേരിയിൽ, ആളൊഴിഞ്ഞ സെമിത്തേരിയിൽ അവിടെ കൂട്ടിവെച്ച റീത്തും റീത്തീർന്നും എഴുതിരിക്കും മുമ്പിൽ ഞാനെന്ന എൻ്റെ അച്ഛൻ്റെ മകനായ ഞാൻ ജീവിതത്തിൽ വാവിട്ട് കരഞ്ഞുപോയി. അപ്പാ കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ. വല്ലാത്തൊരു ആശങ്കയായിരുന്നു ജീവിതത്തിനകത്തത്. അങ്ങോട്ടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്, അവിടെയൊക്കെ സങ്കടങ്ങളും വേദനകളൊക്കെ നമുക്ക് കാണണം, കേൾക്കണം. അവരെ ഒന്നും നിങ്ങൾ മിസ് ചെയ്യും. പിന്നെ അതേപോലെ വാർദ്ധക്യമാകുമ്പോൾ അവരെ കൂടുതൽ കുറച്ചും കൂടെ കെയർ ചെയ്യുക. അവരാരും പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്കൊക്കെ വരും. കാരണം നമുക്കൊരു 40-50 വയസ്സേ നമുക്കും തോന്നും നമ്മളൊക്കെ കുറച്ച് പ്രായമായില്ലേ, തിരികെ ഒരു ബാല്യത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കും. 70-80 വയസ്സേ ആളുകൾക്കൊക്കെ അവരുടെ പോക്കറ്റിലൊക്കെ നമ്മുടെ ഒക്കെ വിയർപ്പിൻ്റെ ദശാംശം നിങ്ങൾ കൊടുക്കണം. ഉപ്പായിരിക്കട്ടെ, അച്ചായിരിക്കട്ടെ, പൈസ ഇരിക്കട്ടെ എന്ന്. ആരെങ്കിലും എല്ലാവരും പുറത്തു വന്നാൽ, പേരക്കുട്ടികൾ വന്നാൽ, ഒന്ന് അങ്ങാടിയിൽ പോയാൽ, ഒരു പൂരത്തിന് പോയാൽ, ഒരു പെരുന്നാളോ ആഘോഷമോ വിഷുവോ ഒക്കെ വന്നാൽ നമ്മളൊക്കെ കൊടുക്കുന്ന പൈസയുടെ കനമായിരിക്കട്ടെ അവരുടെയൊക്കെ ബലം. അവരെയൊക്കെ ബലപ്പെടുത്താം. പൂമുഖവാദിക്കൽ ജരാനര ബാധിച്ച് അല്ലെങ്കിൽ കാലിൽ നീരും വന്ന് ഉപ്പയ്ക്ക് കുഴമ്പും മരുന്നും മാത്രം വാങ്ങിക്കൊടുത്തൊരു പേരിന് ഒരു ഉപ്പയല്ല നമുക്ക് വേണ്ടത്. അധികാരത്തിന്റെ ചെങ്കോലുകളൊന്നും ഉപ്പ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, നീ ഇന്നും ഞങ്ങൾക്ക് കാവലും കരുതലും സ്നേഹസമ്പന്നമാണെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭവനമായി, വീടായി നമ്മുടെ വീടൊക്കെ മാറട്ടെ. അതേപോലെ തന്നെ അമ്മമാരെ ആരും സങ്കടപ്പെടുത്തരുത്. എനിക്കൊരു അമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. ഏകദേശം അമ്മയ്ക്കിപ്പം 26 വയസ്സായി. അമ്മയുടെ ഒരു ഭാഗം കൊഴിഞ്ഞു പോയ അമ്മയാണ്. നടക്കണമെങ്കിൽ ഒന്ന് പരസായൊക്കെ വേണം. അമ്മ മറ്റേ ഇവിടെ നിങ്ങളെപ്പോലെയൊന്നും നടക്കാൻ അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കൊന്നുമല്ല. അമ്മ പോകാത്ത സ്ഥലങ്ങളില്ല. അമ്മ കൊല്ലം ജില്ലയിൽ തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് 2 പ്രാവശ്യം ഇവിടെ കൊല്ലം ജില്ലയിൽ വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ എല്ലാ ജില്ലകളും ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ അമ്മ കാണാൻ ആഗ്രഹം പറഞ്ഞാൽ കൊണ്ടുപോകാറുണ്ട്. ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ കാറിൽ തന്നെ ഞാൻ അമ്മയെ കൊണ്ടുപോകും. അമ്മ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ച അമ്മയാണ്. ഇപ്പം അമ്മയ്ക്കെന്ന് വെച്ചാൽ ഒരു സൗകര്യ കുറവില്ല, എല്ലാ സൗകര്യവും അമ്മയ്ക്കുന്നുണ്ട്. എൻ്റെ 2 വണ്ടി അമ്മയുടെ പേരിലുണ്ട്. ആ വണ്ടിയുടെ മുൻ സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. കാരണം അത്രമേൽ പട്ടിണി അനുഭവിച്ചൊരു അമ്മയാണ്. ഞാൻ എൻ്റെ പോലീസിലേക്ക് എനിക്ക് ജോലി കിട്ടാൻ തന്നെ കാരണം
ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ മൈ കിട്ടിയപ്പോൾ പ്രാർത്ഥിച്ചതാണ്. എനിക്ക് ഈ പരീക്ഷ PSC പരീക്ഷയിൽ എൻ്റെ റാങ്ക് ലിസ്റ്റ് എൻ്റെ പേര് വന്നാൽ എൻ്റെ ആദ്യ മാസം സ്റ്റൈഫൻഡ് എടുത്ത് വെച്ച് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെറിയൊരു കമ്മൽ വാങ്ങും, മുട്ടുകമ്മൽ. എൻ്റെ കുട്ടിക്കാലത്തൊന്നും എൻ്റെ അമ്മയുടെ കാതിൽ ഞാൻ സ്വർണത്തിൻ്റെ കമ്മൽ കണ്ടിട്ടില്ല, കഴുത്തിൽ മാല കണ്ടിട്ടില്ല.